എത്രയൊക്കെ ഹെയർ കെയർ ചെയ്തിട്ടും എത്രയൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹെയർ ഓയിൽസും ഹെയർ കെയർ പ്രൊഡക്ട്സും ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്തിട്ടും മുടി ഭയങ്കര ഡ്രൈ ആണ്, ഭയങ്കര ഡാമേജ്ഡ് ആണ്, ഭയങ്കര തിന്നാണ്, ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ? മുടി വളർത്താൻ ആഗ്രഹിക്കുന്ന എത്രയൊക്കെ ശ്രമിച്ചിട്ടും വളരാത്ത ആളുകൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. ഞാനും ആ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ മിസ്റ്റേക്കുകൾ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഈ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി പെട്ടെന്ന് തന്നെ വളരാനായിട്ട് തുടങ്ങും. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് റോങ് ഹെയർ കെയർ പ്രൊഡക്ട്സ് ആണ്. കൂടുതൽ ആളുകളും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹെയർ കെയർ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കും. പക്ഷേ ഇത് യൂസ് ചെയ്താലും മുടി ഭയങ്കരമായിട്ട് നശിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് സൂട്ടബിൾ അല്ലാത്ത പ്രൊഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലെ കണ്ടന്റുകളൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞു കൂടിയിട്ട് മുടി വളരാത്ത ഒരവസ്ഥയിലേക്ക്, കുഞ്ഞു കുഞ്ഞു മുടികൾ പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് മാറും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് ഓൾറെഡി കുഞ്ഞു കുഞ്ഞു മുടികൾ വളരുന്നുമില്ല, ഉള്ള മുടിയൊട്ട് വളരാതെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഷാമ്പൂല് സൾഫേറ്റ് അടങ്ങിയതായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കമന്റ് ചെയ്യുക. രണ്ടാമത്തെ കാരണം സ്കാൽപ്പിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. മുടി തഴച്ചു വളരണമെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സ്കാൽപ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 1 യോഗയാണ്, 2 ഹെയർ മസാജിങ് ആണ്, 3 ഹെയർ സ്റ്റീമിംഗ് ആണ്. ഇതൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഭയങ്കര സ്ലോ ആയിരിക്കും. നിങ്ങൾ ഇനി മുതൽ ഡെയിലി 5 മിനിറ്റ് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ മതി, ഡെയിലി 5 മിനിറ്റ് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോ മസാജ് ചെയ്യാൻ അറിയത്തില്ല, കൈകൊണ്ട് മസാജ് ചെയ്യാൻ പേടിയാണ്, മുടി പൊട്ടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്കാൽപ്പ് മസാജർ ആണ്. ഇതിന്റെ വേറൊരു സംഭവമാണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടും കുറച്ചുകൂടി നല്ലതായിട്ടും എനിക്ക് തോന്നിയത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന് ഇത്തിരി വില കൂടുതലാണ്, പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വില കൂടുതലാണ്. അപ്പൊ 2 പ്രോഡക്റ്റ് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് വാങ്ങാൻ തോന്നുന്നതെന്ന് വെച്ചാൽ വാങ്ങാം. അപ്പൊ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് മുടി ഒന്നും പൊട്ടിപ്പോകത്തില്ല, ഭയങ്കര ജെന്റിലായിട്ട് നമുക്ക് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഇത് മൾട്ടി പർപ്പസ് യൂസ് ആണ്. അതായത് നമുക്കിതിപ്പോ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് തലയിലുള്ള അഴുക്കൊക്കെ പോകാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഞാൻ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തലയിൽ പ്രൊഡക്റ്റ് അടിഞ്ഞിരിക്കുന്ന സമയത്താണ് മുടി കൂടുതലായിട്ട് ഡാമേജ് ആവുന്നതും മുടി വളരാതാവുന്നതും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സ്കാൽപ്പിൽ എന്ത് അപ്ലൈ ചെയ്താലും ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതുകൂടി യൂസ് ചെയ്തിട്ട് തല നന്നായിട്ട് മസാജ് ചെയ്തിട്ടാണ് ഹെയർ കഴുകുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും മുടി പോകത്തില്ല. സ്കാൽപ്പിലുള്ള അഴുക്കെല്ലാം കംപ്ലീറ്റ്ലി ഇത് യൂസ് ചെയ്യുമ്പോൾ റിമൂവ് ആയി പോവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ സ്കാൽപ്പിൽ അഴുക്ക് അടിഞ്ഞു കൂടുന്നത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഹെയർ സ്റ്റീമിംഗ് ആണ്. നമ്മൾ ഹെയർ സ്റ്റീം ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു ഹെയർ പാക്ക് ഒക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പായിട്ട് ഹെയർ സ്റ്റീമിങ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹെയർ പാക്ക് ഇടുന്നതിന് മുമ്പാണ് സ്റ്റീമിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ ആ ഒരു ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ടവൽ അതിൽ മുക്കിയിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. അതിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇത് ഭയങ്കര വർത്ത് ബൈയിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ, ഭയങ്കര സംഭവമാണ്. ഇത് ആക്ച്വലി എനിക്ക് വാങ്ങിയപ്പോൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ ഇത് കുത്തിയിട്ടിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുത്തി ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് സ്കാൽപ്പിൽ യൂസ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു 5-6 മിനിറ്റോളം ഞാനിത് സ്കാൽപ്പിൽ വെച്ച് കുത്തി ഇടാതെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇതിന്റെ ആ ചൂട് നിൽക്കുന്നുണ്ടായിരുന്നു സ്കാൽപ്പിലേക്ക്, നന്നായിട്ട് തല വിയർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ന്യൂട്രിയൻസ് നമുക്ക് സ്കാൽപ്പിലേക്ക് കിട്ടുകയും ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. അപ്പൊ ഇത് മസ്റ്റ് ബൈയിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പ്രഷർ പോയിന്റ്സ് നോക്കിയിട്ടും നമുക്ക് ഹെയർ മസാജിങ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യണം. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹെയർ യോഗ ചെയ്യുക എന്നുള്ളതാണ്. ഹെയർ യോഗയല്ല, യോഗ പൊതുവേ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് യോഗ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് എക്സസൈസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ യോഗ കൂടി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ സ്കാൽപ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള യോഗ പ്രാക്ടീസ് മാത്രമാണ് ഇപ്പൊ ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഐ കാർഡിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
അപ്പൊ ഞാനിപ്പോ പരിചയപ്പെടുത്തിയ പ്രോഡക്ട്സ് എല്ലാം നമ്മുടെ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത മിസ്റ്റേക്ക് ആണ് ഓവർ വാഷിംഗ് ഓർ അണ്ടർ വാഷിംഗ്. മുടി ഒരുപാട് കഴുകുന്നത് നമ്മുടെ സ്കാൽപ്പിലുള്ള നാച്ചുറൽ ഓയിൽസ് നഷ്ടപ്പെടാനായിട്ട് കാരണമാകും. ഇനി മുടി കഴുകാതിരുന്നാൽ നമ്മുടെ ഫോളിക്കിൾസ് അടഞ്ഞു പോകാനായിട്ട് കാരണമാകും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ബാലൻസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ഞാൻ മുടി കഴുകുന്നത് ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഇരിക്കുമ്പോഴാണ്. ഒന്നുകിൽ എൻ്റെ സ്കാൽപ്പ് ക്ലീൻ അല്ല എന്ന് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ 2-3 ദിവസം ഇരിക്കുമ്പോൾ ഞാൻ ഹെയർ പാക്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ എന്ത് ട്രീറ്റ്മെന്റ് ആണോ ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള ഹെയർ വാഷ് ആണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാൻ നോർമൽ ഒരു ഹെയർ പാക്ക് ആണെന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ ഹെയർ വാഷ് ചെയ്ത് കളയും. ഇനി അതല്ല, സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കേണ്ട ഒരു ഹെയർ പാക്കോ അല്ലെങ്കിൽ ഹെയർ കെയർ ആണോ, നല്ല രീതിയിൽ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു റുട്ടീനാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഷാംപൂ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യും. അപ്പൊ അന്നത്തെ ആ ഒരു രീതിക്ക് അനുസരിച്ചാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളത്. എന്തായാലും ആഴ്ചയിൽ ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾ ആഴ്ചയിൽ എത്ര ദിവസം മുടി കഴുകും എന്നുള്ളത് കമന്റിലൂടെ അറിയിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മുടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈലന്റ് കില്ലറാണ് വേറൊന്നുമല്ല സ്ട്രെസ്സും അതുപോലെ ഹോർമോണൽ ഇംബാലൻസും. സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു തിന്നിങ്ങിലേക്കും പെട്ടെന്ന് ഒരു ഷെഡിങ് സ്പേസിലേക്കും മുടിയെ കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് അകാരണമായിട്ടുള്ള മുടി കൊഴിച്ചിലും മുടി തിന്നിങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് സ്ട്രെസ്സിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. അടുത്തതായിട്ട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. ഡയറ്റ് കറക്റ്റ് അല്ലാത്ത പക്ഷം നമ്മുടെ ഹെയർ ഗ്രോത്ത് കമ്പാരിറ്റീവ്ലി ഭയങ്കര സ്ലോ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാമോ, ഞാനൊരു 2 months ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന, അഫോർഡബിൾ ആയിട്ടുള്ള, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡയറ്റ് ആയിരുന്നു. ആ ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം എൻ്റെ മുടിക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര മാറ്റമാണ്. എനിക്ക് അതിന് മുന്നേ മുടി ഉണ്ടായിരുന്നെങ്കിലും വലിയ തിക്നെസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം എൻ്റെ മുടിക്ക് വന്ന തിക്നെസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പോൾ ഡയറ്റിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് വേണ്ടവര് ഡിസ്ക്രിപ്ഷനും അതുപോലെ ഐക്കാർഡും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ, ബയോട്ടിൻ, omega-3 ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ omega-3 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്ന സാധനങ്ങളും ഈ ഹെയർ ഗ്രോത്തിന്റെ ആ ഒരു ജേണിയിൽ, എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോയിട്ട് വളർത്തിയെടുത്തോണ്ടിരിക്കുന്ന ജേണിയിൽ ഞാൻ കഴിച്ചിട്ടുള്ള കുറച്ച് സപ്ലിമെന്റ്സ് കൂടി ഞാനിവിടെ പരിചയപ്പെടുത്താം. അപ്പോൾ omega-3ക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു സപ്ലിമെന്റ് ആണ് കേട്ടോ. ഇതൊരു ഇത് ഫിഷ് ഓയിൽ ആണ്. ഇത് ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഹെയറിന് മാത്രമല്ല സ്കിന്നിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഞാൻ ഏകദേശം ഹെയർ ഗ്രോത്തിന്റെ ഹെയർ മൊത്തത്തിൽ കൊഴിഞ്ഞു പോയ സമയത്ത് 2 ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ബോട്ടിലാണ്. ഇതിന്റെ കൂടെ ഞാൻ യൂസ് ചെയ്ത സാധനമാണ് മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ് ഇപ്പൊ ഞാൻ വാങ്ങിയിട്ടില്ല, ഞാൻ ആ ഒരു സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡോക്ടറിനോടൊന്ന് കൺസൾട്ട് ചെയ്യാം. ഇത് കഴിക്കുന്നതിന് അങ്ങനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം, ഞാൻ അങ്ങനെ ചോദിച്ചിട്ടല്ല കഴിച്ചത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡോക്ടറിനോട് ചോദിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അത് കഴിക്കാവുന്നതാണ്. ഇത് വളരെയധികം മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന 2 സപ്ലിമെന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഹെയർ പ്രോബ്ലംസ് ഒക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അത് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ ഒരു കിഡിലൻ ഹെയർ പാക്ക് ഒക്കെ ഉടനെ തന്നെ വരുന്നുണ്ട്, തല നിറച്ച് മുടി വളരാനായിട്ട്. എക്സ്പെഷ്യലി നമ്മുടെ മുടി ഇപ്പൊ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും സ്കാൽപ്പ് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ചില പെർട്ടിക്കുലർ ഏരിയാസിലൊക്കെ സ്കാൽപ്പ് തെളിഞ്ഞു വരുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികൾ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലൻ പാക്കിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗിലാണ്, ഉടനെ തന്നെ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.